ബീട്രൂട്ടിൻ്റെ ഇത് കണ്ട ആവൻപഴത്തിൻ്റെ അച്ചാറില്ല അതിൻ്റെ അത് വേണമെങ്കിൽ ആക്കാം. അതേമാതിരിക്ക് നമ്മളെ അച്ചാർ ഇതൊക്കെ മെയിനായിട്ടുള്ള ഇവിടുത്തെ ഇപ്പോൾ നിലവിലുള്ള കറകളാണ് നമ്മളെ നാട്ടിലുള്ള ചെയ്യാൻ കേട്ടോ. നമസ്കാരം ഫ്രണ്ട്, ഞാൻ ഇതിന് മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എൻ്റെ മകൻ നിസാറുമായിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ സ്റ്റുഡിയോ മാജിക് സ്റ്റെയിൻ റിമൂവറിന് ഒരു ഇൻട്രൊഡ്യൂസും പാടിയായിട്ടാണ് ആ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മെയിനായിട്ട് ഇതിൽ അറിയാത്ത കുറച്ച് കേസുകളുണ്ട്. അന്ന് ഇൻട്രൊഡ്യൂസിൽ പറയാൻ വിട്ടുപോയത്. ഈ സംഗതി യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഇത് ഷെയ്ക്ക് ചെയ്യണം. ഷെയ്ക്ക് ചെയ്തിട്ട് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിന്മേ ലോക്ക് ആൻഡ് അൺലോക്ക് കിഡ്സ് ലോക്ക് ഉണ്ട്. അത് ഓപ്പൺ ആയി കഴിഞ്ഞാലാണ് ഇത് വർക്കിംഗ് ആവുള്ളൂ. സംഭവം ഇത് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇത് നമ്മൾ പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനും നിസാർ മാമുക്കോയമ്പാടി ചെയ്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പറയാൻ വിട്ടുപോയതാണ്. അതായത് നമ്മളെ ഡ്രസ്സിൽ ഞാൻ ഒരുപാട് ഐറ്റംസിൽ ഇത് മൾട്ടി സർഫസ് ആണ്, മൾട്ടി പർപ്പസ് ആണ്. അത് ഇരുമ്പിൽ ഉപയോഗിക്കാം, മരത്തിൽ ഉപയോഗിക്കാം, ഡ്രസ്സിൽ ഉപയോഗിക്കാം, കോട്ടണിൽ ഉപയോഗിക്കാം, പോളിസ്റ്ററിൽ ഉപയോഗിക്കാം, എല്ലാ ഐറ്റംസിലും ഉപയോഗിക്കാം. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഡ്രസ്സിൽ ഉണ്ടാകുന്ന കുറച്ച് കൺഫ്യൂഷൻസ് ആൾക്കാർ ഇങ്ങനെ എനിക്ക് കമൻറ്റ് ചെയ്യുന്ന വാട്സാപ്പിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. നിങ്ങളെല്ലാ ഡൗട്ടും ക്ലോത്ത് പരമായിട്ട് ഞാനൊരു സീരിയസ് ആയിട്ട് തന്നെ ചെയ്യുകയാണ്. ഇത് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആർക്കും ഇതിൽ ഡൗട്ട് വരാൻ പാടില്ല. ഞാനതിൽ 4 ഐറ്റം ക്ലോത്തുകൾ എടുത്തിട്ടുണ്ട്. ഒന്ന് ബനിയൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു കോട്ടൺ ബനിയൻ ക്ലോത്ത് ആണ്. ഇത് പോളിസ്റ്റർ ആണ്. എന്താ പോളിസ്റ്റർ കുട്ടികളുടെ യൂണിഫോമാണ്. ഇത് പ്യുവർ കോട്ടൻ്റെ ഡ്രസ്സാണ്, ഷർട്ടാണ്. ഇത് ഒരു ചൈന സിൽക്ക് മാർക്കുള്ള വേറൊരു ക്ലോത്താണ്. ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഹെവി പഴയ കറകളുണ്ടല്ലോ, ഒരു കാരണവശാലൊന്നും ഞാൻ നോക്കിയിട്ട് ഇത് പോണില്ല. ഒരു മഷി ഒരു പാനറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ പിന്നെ ഇത് പോളിസ്റ്ററിലാണ്. പോളിസ്റ്ററിൽ ഞാൻ വെച്ചിട്ട് ഇതാ കുറേ വരച്ച്. ഇപ്പം നിങ്ങൾ വീട്ടിൽ ഈ സാധനം ഉണ്ടെങ്കിൽ കുട്ടികളിങ്ങനെ വരച്ച് വരികയാണെങ്കിൽ അങ്ങോട്ട് വരും എടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ വരച്ചാണെങ്കിൽ നമ്മൾ സ്റ്റുഡിയോ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ലോക്ക് ചെയ്യണം കേട്ടോ. അത് കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യണം. ഈ സംഗതി അപ്പം അടിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് വരുതി കഴിഞ്ഞാൽ മാറും. പക്ഷെ ഇങ്ങനത്തെ ഹെവി കറകളുണ്ടല്ലോ, പഴയ കറകൾ, ഇങ്ങനത്തെ പഴയ കറകൾ ഇത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. പക്ഷെ ഇങ്ങനത്തെ പഴയ കറകൾ അറങ്ങണില്ല. ഇനി 3-4 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകുന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. സംഗതി ഇതാ ഈ സംഭവമില്ല, ഇപ്പം നടക്കുന്ന സംഭവം, ലൈവ് നടക്കുന്ന സംഭവം. ഒരു കുട്ടി സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മഷി ഉണ്ട്. അതിന് 1 മണിക്കൂർ ആയിക്കോട്ടെ, 24 hours ആയിക്കോട്ടെ, 1 week ആയിക്കോട്ടെ, ആ സംഗതി ഉഷാറായിട്ട് പോകും. ഇത് കണ്ട അടിച്ച മഷിയാണ് ഈ കിടക്കുന്നത്. എന്താ പോയി. വെരി സിമ്പിള്. വേൾഡിലെ നമ്പർ 1 സ്റ്റെയിനിൽ കറകളിൽ ഒന്നാമൻ നിൽക്കണതാണ് മഷിട്ട ഇങ്ക്. അതിനാണ് നമ്മൾ ഈ ഫിംഗർ പ്രിൻ്റൊക്കെ കൊടുക്കുന്നത് മഷിയായിട്ട്, അത് പോവാതിരിക്കാൻ. കാണിച്ചുതരാം. ആ സാധനമാണിതാ പോയി. എന്താ ഇത് നമുക്ക് ഉറപ്പ് തരാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ സാധനമല്ലേ നമ്മളെ സ്റ്റുഡിയോ മാജിക് റിമൂവർ. ഇത് നമ്മളെ ഒരു വീട്ടിലേക്ക് അത്യാവശ്യമാണ്. ഇത് സാധനം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി പുറത്തു പോയി വന്ന് എന്തെങ്കിലും കറാക്കി കൊടുന്ന് മാങ്ങൻ്റെതോ അതേപോലെ തന്നെ മഷീൻ്റെ സ്കൂളിൽ പോകുന്ന ആൾക്കാരാണ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ തന്നെ ഉപയോഗിച്ച് 1/2 മണിക്കൂർ 24 hours ഒരാഴ്ച എടുത്താലും കുഴപ്പമില്ല. സംഗതി മഷിയായാലും എന്തായാലും ഒക്കെ പോകുന്നുണ്ട്. ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്താണ്, നോ പ്രോബ്ലം. പക്ഷേ ചില ക്ലോത്ത്, ഇപ്പോൾ ഇത് ഈ കോട്ടൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഹെവി ഇങ്ങനത്തെ സാധനങ്ങൾ ഒരു കാരണവശാലും ഇത് പോണില്ല കേട്ടോ. നമ്മൾ ഉണ്ടാക്കി പറയേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. അതുപോലെ തന്നെ ഈ സംഭവം വെച്ചാൽ ഈ ബനിയൻ ക്ലോത്തിൽ ഇതിപ്പോൾ ഇന്നായ സംഭവമാണെന്നുണ്ടെങ്കിൽ, ഇത്ര തോന്നെ മഷി ആയിക്കോട്ടെ, ഇന്നായ സംഭവമാണെന്നുണ്ടെങ്കിൽ ഈ സംഗതി പെട്ടെന്ന് 24 hours 1 week ആവും. ഇരുന്ന് ഹെവി വർഷങ്ങളുള്ള കറകളാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റൂല ഇത് പോകുന്നുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഇത് സംഭവം എഞ്ചിനീയേഴ്സ് ഡിസൈൻ ചെയ്തിട്ട്, അതായത് മൾട്ടി പർപ്പസ് ആൻഡ് മൾട്ടി സർഫസിൽ ഉപയോഗിക്കുന്ന സംഭവമാണ്. ഇത് നമുക്ക് ഏത് സംഗതിയിലും, ഏത് ഡ്രസ്സായാലും ക്ലോത്ത് ആയാലും ഏത് സംഗതിയിലും ഉപയോഗിക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ എഞ്ചിനീയേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇങ്കിൽ വരുന്ന ഈ സംഭവം പെട്ടെന്ന് പോണില്ല. ഞാൻ ചെക്ക് ചെയ്ത കേസുകളാണ്, നിങ്ങൾ ആരോട് പറഞ്ഞ് പറ്റിക്കേണ്ട കേസില്ല. ഇത് ഇപ്പോൾ വരുന്ന ഇങ്ക്
ഞങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ സ്കൂളിൽ പോയൊരു കുട്ടി എന്ന സംഭവം ഈ സാധനം ആയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച 24 മണിക്കൂറോ 48 അവേഴ്സോ അതിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു കുട്ടി മഷിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ വീട്ടിൽ ഉണ്ടാകുന്നത് അനിവാര്യമാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നത്. അപ്പോൾ ഈ സാധനം റിമൂവ് ചെയ്യാൻ വെരി സിമ്പിളാണ്. ഇത് കോട്ടണിലാണ് കുറച്ചും കൂടി പ്രയാസമുള്ളത്. പോളിസ്റ്ററിലൊക്കെ വെരി സിമ്പിളാണ്. ഏത് മഷിയും കറിയും സിമ്പിളായിട്ട് പോകും. ഇതാ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. സമയം എടുത്തുകൊണ്ടിരാ കാണിച്ചു കൊടുത്തു നോക്കി. ഇതാ അതാണ് സംഭവം. ഇത് ബനിയൻ ക്ലോത്ത് പ്യൂർ കോട്ടൺ ആണ് കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇറക്കിയപ്പോൾ അതിൽ പറയാൻ വിട്ടുപോയ കേസാണ്. കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ പാടില്ല ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിത് വേറൊരു കേസും കൂടി അറിഞ്ഞപ്പോൾ നമ്മൾ വരച്ച് കാണിച്ചില്ല. അതേപോലെ ഈ മഷി ഞാൻ ഇങ്ക് ഇതിലാക്കിയിട്ട് ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നവർ ഉണ്ടാവും ഡ്രസ്സിൽ ആക്കിക്കൊണ്ട് വരുന്ന മഷി. ഈ സംഭവം നമ്മൾ പെട്ടെന്ന് തന്നെ പോയിക്കോന്നില്ല 2-3 പ്രാവശ്യം ഇത് അപ്ലൈ ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. കാരണം ഹെവി മഷി നിങ്ങൾക്ക് അറിയാലോ, അതിന് കറണ്ട് സ്ട്രോങ്. പെണ്ണിന് ഇത് എടുത്ത് കൊടുന്ന ഈ മഷി കണ്ടില്ല, ഇത് നമ്മൾ കഴുകിയിട്ട് കളയാൻ പോവാണ്. ഇപ്പോൾ സ്കൂളിൽ യൂണിഫോമിന് ഇതേമാതിരി കുട്ടികളെ പെണ്ണിന് ഇതേമാതിരിക്ക് ലീക്കിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് ഇതേമാതിരിക്ക് ഹെവി കറ വരും, മഷി വരും ഇങ്കായിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വെരി ഈസിയാണ്. ഇപ്പോൾ കുട്ടികൾ ആ യൂണിഫോമിൽ ചിലപ്പോൾ ഇത് കളയേണ്ട ഒരു അവസ്ഥകൾ വരും. അങ്ങനത്തെ ഒരു സംഭവത്തിലാണ് നമ്മൾ ഈ മൾട്ടിപർപ്പസ് ഈ സുഡിയോൻ്റെ പ്രാധാന്യം നിങ്ങൾ വീട്ടിൽ ഒന്ന് വേണമെന്ന് പറയാനുള്ള കാരണം. ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. ഇത് പെട്ടെന്ന് പോവില്ല കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം കഴുകിയിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ. ഞാനിപ്പോൾ സോപ്പൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മളിപ്പോൾ അലക്കുന്ന ഒരു കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ട്, ഇത് അടിച്ചപ്പോൾ ഇതിന് മഷി ഇതാ ഇവിടെ ഇറങ്ങി ഇത് വരും. പക്ഷെ ഇത് കഴുകി കളയണം. ഇത് ഹെവി മഷിയാണ്. ഒന്ന് 2 പ്രാവശ്യം ഇത് കഴുകേണ്ടി വരും. കാരണം ഇത് ഇങ്കാണ് കണ്ട. ഒരു അപ്ലൈയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ മാജിക്കിൻ്റെ പ്രാധാന്യം കളിക്കുന്നു കേട്ടോ. വീക്കടിച്ച് ഇതിൻ്റെ അടുത്തേക്ക് പോരെ. എങ്ങനെ ഉണ്ടായിന്? നല്ല കട്ട മഷി ആയിരുന്നില്ല. റെഡിയായില്ല. ഇനി നമ്മളത് കഴുകി കാണിച്ചു കൊടുക്കാം. നോക്കുക ഇത് പോകുന്നുള്ള നമ്മൾ ഹെവി കോൺഫിഡൻ്റ് അല്ല. എന്താണ് ഓക്കെ അല്ല? ഇത് ഞാൻ ഇങ്കിൻ്റെ ടെസ്റ്റിങ് ചെയ്തില്ല. ജസ്റ്റ് ഇതാ കാർമൽ അയക്കണത് കണ്ടില്ല. എടുത്തേക്ക് വാ. ഇതൊക്കെ ഈ ഇങ്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പോണില്ല. ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മളെ ഈ മൾട്ടി പർപ്പസിൻ്റെ ഉപയോഗം വരുന്നത്. എന്താ ജസ്റ്റ് റബ്ബ് ചെയ്യുക. ഉണ്ടോ? സെറ്റല്ല? ഇതാണ് സംഭവം. ഇത് കുട്ടികളെ പ്യുവർ കോട്ടൺ ഡ്രസ്സാണ്. ഇതിൽ കുറച്ച് നമുക്കിത് കറകളായിട്ടുള്ള നമ്മൾ ഉണ്ടാക്കി കാണിച്ചത് നമുക്ക് ബീട്രൂട്ടിൻ്റെ ഇത് കണ്ട, ബീട്രൂട്ടിൻ്റെ കറയാണ്. ഇതിൽ പിന്നെ നമുക്ക് നാവലും പഴത്തിൻ്റെ അച്ചാറില്ല, അതിൻ്റെ അത് വേണമെങ്കിൽ ആക്കാം. അത് നമുക്ക് നമ്മളെ അച്ചാറ് ഇതൊക്കെ മെയിനായിട്ടുള്ള ഇവിടുത്തെ ഇപ്പോൾ നിലവിലുള്ള കറകളാണ് നമ്മളെ നാട്ടിലുള്ള. പിന്നെ ഇങ്കിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ലിപ്സ്റ്റിക്ക് വേണമെങ്കിൽ ഇതാ
ലിപ്സ്റ്റിക്ക്. ഇതാണ് നമ്മൾ ഇപ്പോൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. ഇത് നമ്മൾ സ്റ്റുഡിയോ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ആക്കാൻ പോവാണ്. ആദ്യം നമ്മൾ ലിപ്സ്റ്റിക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളെ ലിപ്സ്റ്റിക്കിൻ്റെ എന്താ പോയി, ലിപ്സ്റ്റിക്ക് പോയിട്ടാ വന്നത്. അടുത്തതായിട്ട് നമ്മൾ എന്താണ് ബീട്രൂട്ടിൻ്റെ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് കളറ് മാറി കറുപ്പായി പോയി. നല്ല ഷേക്ക് ചെയ്യണം കേട്ടോ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ്. അതേമാതിരിക്ക് ഇതിൻ്റെ ലോക്ക് ആൻഡ് ലോക്ക് ചെയ്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അടിച്ചേക്കണം ഒരു സംഗതി പോയല്ലോ. ബീട്രൂട്ടിൻ്റെ അടിച്ചേക്ക് കറുപ്പായി എന്താ അത് പോയി. വെരി സിമ്പിൾ. അടുത്തായിട്ട് ഇതാ നമ്മളെ നാവലിൻ്റെ കറിയാണ്. നാവലിൻ്റെ അതും കറുപ്പായി. ഇത് പ്യുവർ കോട്ടൺ ആട്ടോ. അതിൽ പോവില്ല എന്നൊക്കെ നമുക്ക് എന്താണ് ഓരോ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് പ്രതലത്തിൽ ഉപയോഗിക്കുന്നതിൻ്റെ കൈമലയച്ചൊരു പ്രശ്നമില്ല, നാത്തിലയച്ചൊരു പിന്നെ ഡ്രസ്സിലായാലും ചിലത് സാധനമല്ലേ ക്ലോറക്സ് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ. അതൊക്കെ അതേമാതിരിക്കാണ് പൊടിഞ്ഞു പോകും. ഡ്രസ്സ് ഒരാഴ്ച കൊണ്ട് ഇത് പൊട്ടിയാൽ പോകും. ആ ഭാഗം ഉപയോഗിച്ച ഭാഗം അതായത് കളർ ഫെയ്ഡായിട്ടാണ് പോകും. അതൊന്നും ഈ പ്രശ്നത്തിന് നമ്മളെ സ്റ്റുഡിയോ മാജിക്കിന് വരില്ല. അത് നമ്മൾ ഗ്യാരണ്ടിയാണ്. ഇതിപ്പോൾ അച്ചാറിൻ്റെ സാധനം നോക്കിയാ പ്യുവർ കോട്ടൺ ആട്ടാ. നിങ്ങൾ കോട്ടണിൽ പോണില്ല ഇതില്ല. ഇതിൽ പോവാത്ത 1-2 ഐറ്റം കറകളുണ്ട്. ഞാൻ പറഞ്ഞു വായക്കറ അതേമാതിരിക്ക് ഹെവി ഇങ്ക് 1 year 2 year പഴക്കമുള്ളത് പോവില്ല. ഒരാഴ്ചൻ്റെ ഉള്ളിൽ വരുന്ന ഏത് സംഭവം നമുക്ക് ഇതേമാതിരിക്ക് സിമ്പിളായിട്ട് കളയാൻ മാത്രമേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഡൗട്ട് ഉണ്ടെന്ന് നോക്കിക്കോളി. ഇതാണ് പ്യുവർ. ഇതിപ്പോൾ നമ്മൾ ഈ സൈഡിലാണ് ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തത്. ഈ പോക്കറ്റിൻ്റെ ഭാഗത്ത് മനസ്സിലായോ? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത് ഇതിന് ബാക്കിൽ ഇങ്ങനെ ആയതുകൊണ്ട് കറ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളയാം. ബ്ലാക്കായി. ഇവിടെയാണ് നമ്മളെ മാജിക് റിമൂവർ സ്റ്റെയിൻ റിമൂവറിൻ്റെ പർപ്പസ് കിടക്കുന്നത് കേട്ടോ. അതായത് ഏതായിട്ടും സംഗതികളും വളരെ സിമ്പിളായിട്ട് പോകുന്നതാക്കും. ഇത് പ്യുവർ കോട്ടൺ ആട്ടാ. ഇനി ഡ്രസ്സിലെന്താ പോവാത്തത്, ഇതെന്താ അങ്ങനെ എങ്ങനെയെന്നുള്ള കമൻറ്റുകൾ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതാ നിങ്ങളെ ലൈവായിട്ട് കാണിച്ചു തരുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തതായിട്ട് ഞാൻ നമ്മളെ എല്ലാ വീട്ടിലും നമുക്കുള്ളൊരു വിഷയം എന്താണ്, നമ്മൾ വാഷിങ്ങിൽ മൊത്തം കളറും അതേമാതിരിക്ക് വെള്ളമൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ മറ്റ് ഡ്രസ്സ് വെള്ളം മൽക്കൊക്കെ കളറ് പിടിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് കിട്ടുന്ന ഒരു സംഭവമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ഡ്രസ്സിലൊക്കെ ചായ മുക്കൂല, ചായ മുക്കുന്ന ആ സെയിം കളറാണ്. അത് നമ്മൾ വൈറ്റ് പ്രതലത്തിൽ നമ്മളൊന്ന് ജസ്റ്റ് ഡെമോന് വേണ്ടിയിട്ട് ചെയ്യാൻ കേട്ടോ. ആകായി ഈ സംഭവം അതാ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഇതൊന്ന് ക്ലീൻ ആക്കാൻ പറ്റുമോ? ഇത് നമ്മളെ ഡ്രസ്സിൽ ചായ മുക്കണ ആ കളറ് പൗഡറാണ്. ഇത് പോകാൻ വലിയ പാടായിക്കാറട്ടാ. ജസ്റ്റ് നോക്കി ഞാൻ ഡ്രസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് അടിച്ച് അപ്ലൈ ചെയ്തിട്ട് 1 മിനിറ്റിന് ശേഷം ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, പോവില്ല. അത് നമ്മൾ സർഫസ് ഉപയോഗിക്കാം. അത് നമ്മൾ ക്ലീൻ ആക്കാൻ പോകുന്നത് അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് ഏരിയയിലായിട്ടാ. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സ് ചായ മുക്കുന്ന സെയിം സാധനമാണ്. ഇത് പെട്ടെന്നൊന്നും അങ്ങനെ ഇതായി പോവില്ല. ഈ സംഗതി നമ്മൾ ക്ലീൻ ആക്കേണ്ടതാണ്. ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളിത് വൃത്തിയാക്കണം.